കോഴിക്കോട് വെള്ളിമാടുകുന്നിൽ നിയമവിദ്യാർത്ഥിനി ഫാത്തിമ മൗസ ജീവനൊടുക്കിയ സംഭവത്തിൽ പല ദുരൂഹതകളുമുണ്ട്. ഫാത്തിമയുടെ മൊബൈൽ ഫോൺ കാണാനില്ലാത്തത് സംശയം വർദ്ധിപ്പിക്കുന്നു. മരണവുമായി ബന്ധപ്പെട്ട് ആൺസുഹൃത്ത് കോവൂർ സ്വദേശിയായ യുവാവിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. അവിവാഹിതനാണെന്ന് പറഞ്ഞ് സൗഹൃദം സ്ഥാപിച്ച ഇയാൾക്ക് ഭാര്യയും മക്കളുമുണ്ട് എന്നറിഞ്ഞത് ഫാത്തിമയെ മാനസികമായി തളർത്തിയിരുന്നു. അതാണോ ആത്മഹത്യക്ക് കാരണം? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മൗസയുടെ മുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കടലാസു കഷ്ണത്തിൽ എഴുതിവെച്ച 3 ഫോൺ നമ്പറുകൾ കണ്ടെത്തിയിരുന്നു. മാതാപിതാക്കളുടെയും അമ്മാവന്റെയും നമ്പറുകളാണ് ഇത്. ഫോണിനായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഫോൺ തിങ്കളാഴ്ച ഉച്ച മുതൽ സ്വിച്ച് ഓഫായ നിലയിലാണ്. ലോ കോളേജിൽ നടന്ന കലോത്സവത്തിൽ പങ്കെടുത്ത ശേഷം ഉച്ചയോടെ മൗസ മുറിയിലേക്ക് മടങ്ങിയിരുന്നു. തുടർന്ന് സഹപാഠികൾ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. താമസ സ്ഥലത്ത് എത്തി നടത്തിയ പരിശോധനയിലാണ് മുറിക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മൃതദേഹത്തിൽ ബലപ്രയോഗത്തിന്റെ പാടുകളില്ല. മരണം ആത്മഹത്യയെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. മൗസയുടെ ആൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കോവൂർ സ്വദേശിയായ യുവാവുമായി മൗസയ്ക്ക് അടുപ്പമുണ്ടായിരുന്നതായി സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകി. ഇയാൾ പലപ്പോഴും കാണാനെത്താറുണ്ടായിരുന്നു. അവിവാഹിതനെന്ന് പറഞ്ഞ് ബന്ധം സ്ഥാപിച്ച ഇയാൾക്ക് ഭാര്യയും കുട്ടികളുമുണ്ടെന്ന് അടുത്തിടെ അറിഞ്ഞത് മൗസയെ മാനസികമായി തകർത്തിരുന്നതായി കരുതുന്നു. ഇതാണോ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും സംശയമുണ്ട്. ഇയാൾ ഒളിവിലാണ്. കാണാതായ മൗസയുടെ ഫോൺ ഇയാളുടെ കൈവശമാണോ എന്നും സംശയമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് 18 കോഴിക്കോട്.